റാക്കൽ ഗാർഡനിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടുത്തെ കയറി വന്നപ്പോഴേ നമ്മൾക്കിവിടെ ഫോട്ടോ എടുക്കുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫോട്ടോ സെഷൻസ് ഒക്കെ കഴിഞ്ഞു. ഈ ഒരു കാർഡ് തന്നു, കുറേ ഫോട്ടോസ് എടുത്തു. ഇനി നമുക്ക് ആ കൗണ്ടറിൽ പോയി ചോദിക്കാം. അതിനുശേഷം നമുക്കിവിടെ കുറേ ഉണ്ട് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം 2 hours നമ്മൾ പതിയെ നടന്നാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഫോട്ടോസും കൂടെ എടുക്കണമെങ്കിൽ അതൊരു 3.5 hours എടുക്കും. സോ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എടുത്ത ഫോട്ടോസ് എല്ലാം കണ്ടു കേട്ടോ. പക്ഷേ അത്രത്തോളം നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇല്ല. മാത്രമല്ല ഡിജിറ്റലായിട്ട് അവർ ഫുൾ ഫോട്ടോസും തരും. പിന്നെ 2 ഫോട്ടോ കോപ്പി എടുക്കാൻ 300 dirham. അതായത് ഏകദേശം ഒരു 50-60 euros ആവും. എനിക്ക് തോന്നുന്നില്ല അതിന് വേർത്താണെന്ന്. നമുക്ക് തന്നെ ഫോട്ടോസ് എടുക്കാം. വേറെ കുറേ സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്പോട്ട് കിട്ടിയില്ലെങ്കിലും കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമെന്നേ ഉള്ളൂ. ആ ഒരു സ്പോട്ടിലാണെങ്കിൽ നമുക്ക് 2 കൂടെ കിട്ടും. ബട്ട് ഇറ്റ്സ് ഫൈൻ, നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം. ഒരു സൈഡിൽ കഫേസും അതേപോലെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ടർക്കിഷ് ഐസ്ക്രീം വേണോ? ഇവിടെ ഒരുപാട് കഫേസ് ഉണ്ട് ഈ സൈഡിലെല്ലാം. ഈ സൈഡിലാണ് ഫുൾ ഇതേപോലത്തെ ഗാർഡൻ. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഓടിക്കാൻ വേണ്ടി ചെറിയ കാറൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ പ്രൈസ് ചോദിച്ചു. ഏകദേശം 100 dirham ആണ്. പിന്നെ ഏജ് ലിമിറ്റ് 7 years. പിന്നെ വെയിറ്റ് 120 kg കൂടുതലുള്ള കുട്ടികൾക്ക് പറ്റത്തില്ല. അവർക്ക് ഇതുവഴി ഇങ്ങനെ കറങ്ങി നടക്കാം. എന്നെ കണ്ടതുകൊണ്ടാണെന്നല്ല, ഞാൻ ചെറിയ കുട്ടിയല്ല. അപ്പോൾ എന്നിട്ട് പറഞ്ഞു മാഡം യു ക്യാൻ ഓൾസോ ട്രൈ എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാനാ. ഉച്ചയ്ക്ക് കഴിച്ചൊക്കെ ദഹിച്ചോന്നൊരു സംശയം. നമുക്കിനി കട്ട് മാംഗോ വെച്ച് ഇവിടുത്തേത് തുടങ്ങാം.
ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല. ഇതുണ്ട് കഫേലും കഫേയുടെ ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്തും എല്ലാം. മിറാക്കിൾ ഗാർഡൻ ഉണ്ടല്ലോ, ഒരു മിറാക്കിൾ തന്നെയാണ്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് നാച്ചുറൽ ഫ്ലവർ ഗാർഡൻ ആണ് ദുബായിലെ മിറാക്കിൾ ഗാർഡൻ. സോ യു മസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ്. ദുബായിൽ വരുന്നവര് അപ്പം നമുക്ക് മിറാക്കിൾ ഗാർഡനിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇന്ന് നമുക്ക് അങ്ങ് പോകേണ്ടതാണ് ഓസ്ട്രിയയിലേക്ക്. സോ ഇവിടെ നമുക്ക് ഷാർജ പോയി കുറേ ട്രാവൽ ചെയ്യാനുണ്ട്. സോ സീ യു ബാക്ക് ദെയർ ഇൻ ഓസ്ട്രിയ. അപ്പൊ ഇനി നമുക്ക് ഓസ്ട്രിയ അടുത്ത വർഷം നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അല്ല ഈ വർഷം അത് തന്നെ, ഈ വർഷം തന്നെ അതെ. ഞാൻ ഇവിടെയും വ്ളോഗിങ് ചെയ്യുക. ചേട്ടനെ കിട്ടിയില്ല എന്നും പറഞ്ഞപ്പോ ടാറ്റ പറഞ്ഞോ, ഇതിൽ പറഞ്ഞോ.